അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ വയനാട്. അത് നോക്കുമ്പോൾ മായ വന്നതുകൊണ്ട് ഞാനിപ്പോൾ പട്ടണം അകത്ത് പോയി, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മക്കളെ, ഒരുപാട് ആൾ എത്രയോ കോടിക്കണക്കിൻ്റെ പൈസ ഉണ്ട് ആളുണ്ട്, കൊടുക്കുന്നില്ല. ആ പൈസ വേറെ ഏതെങ്കിലും ബൈക്ക് പോന്നു. നമ്മളിപ്പോൾ ഉള്ള ആളെ പറയുന്നതല്ല, ഉറുപ്പ കൊടുക്കാൻ വിടുന്നില്ല. ഒന്നെങ്കിലും പെരക്കാർ, ഒന്നെങ്കിലും ഉമ്മ പിടിയില്ല, ഒന്നെങ്കിലും ഉപ്പ പിടിയില്ല. ഇത് നാളെ മക്കളെ നിന്നോ ഈ സമ്പാദിച്ച പൈസ എല്ലാം ഏതെങ്കിലും വെള്ളത്തിൽ പോയി പോകുന്നു, ഇല്ല വേറൊരു ബൈക്ക് പോകും, ഇല്ല രോഗം തന്നിട്ട് നമ്മളെ കളഞ്ഞു പോകുന്നു. ആടെ പ്രളയം വന്നിട്ട് ഇപ്പോൾ ഭൂമി പെറ്റ ഓറ് പൊട്ടിയിട്ട് എത്ര ആൾക്കാർ മരിച്ചുപോയി പറഞ്ഞു, മനസ്സിലായി? എത്ര ആൾക്കാർ മരിച്ചുപോയി ചിന്തിക്കണം. അപ്പൊ ഇനി പൈസ നമുക്ക് നാളെ ഉണ്ടാവും, നാളെ നമ്മ ഹയാത്തിലുണ്ടാവും, നമ്മ മരിക്കില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഓരോ സെക്കൻഡ് ആൾക്കാർ മരിച്ചു പോയി പോകുന്നുണ്ട്. ഇപ്പൊ 2-3 മാസത്തെ കൊറോണന്റെ പേരിലും പല ഭാഗത്തും മനുഷ്യന്മാരും മരിച്ച് എല്ലാം പോയി. മക്കളെ, എന്ത് സമ്പാദിച്ചിരിക്കണം? ആർക്കും എന്ത് കൊടുത്ത ഓർ കരഞ്ഞിട്ട് മതി. ഇന്ന് ഞാൻ ഒരു കുത്തുപാല് കരഞ്ഞതിന് അയാൾ നിസ്കാരത്തിൽ പേരെ കരഞ്ഞിട്ടുണ്ട്. കുത്തുപാല് ചിന്തിക്കണം, ഞമ്മക്ക് എന്തുണ്ടാവില്ല എന്ന് പയ്യ. ഞമ്മക്ക് എന്നാൽ ആ പ്രളയത്തിൽ പറഞ്ഞിട്ടില്ലേ, ഇട്ട തുണിയപ്പായ മാത്രം ഇത്രയല്ലേ സാധനം, അതുണ്ടായിന്, ഇതുണ്ടായിന്, പൊന്നുണ്ടായിന്, പൈസ ഉണ്ടായിന്. എന്ത് കിട്ടി മക്കളെ? ഓനക്കിപ്പോ ആ മനുഷ്യനക്ക് ഇപ്പൊ ആരെങ്കിലും കൊടുത്തിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടത് ഇണ്ട നാളിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല? അതല്ല ഞാൻ പറയുന്നത്. അത്രത്തോളം ഉണ്ടെങ്കിൽ ഉണ്ടാൾ ഇങ്ങനെ എടുത്തുവെച്ചിട്ട് കാര്യമില്ല, എന്തു കാര്യമില്ല. നമ്മളെ മക്കളോ പുള്ളിയൊക്കെ കള്ളു കുടിച്ചിട്ട് തീർക്കില്ല, അനാവശ്യം ചെലവാക്കി തീർക്കും. ഇങ്ങനെ മറ്റേ കൊടുക്കാതെ ഇങ്ങനെ നമ്മൾ ചെലവാക്കാലൊന്നും വെച്ചെങ്കിൽ അങ്ങനെ പോകും. ഇപ്പൊ എന്താ പറഞ്ഞാല്, ഇപ്പൊ ആടെ വേണ്ടതെന്തറിയോ, എന്തൊരു സാധനം ഓർക്ക് വേണ്ടാന്ന് ഓർ ചെല്ലുന്നുണ്ട്. പക്ഷെ ആടത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ പിന്നെ MLA ആരുണ്ട് അവിടെ ചോദിച്ചിനെ അറിഞ്ഞിട്ട് സത്യം അറിഞ്ഞിട്ട് മാത്രം കൊണ്ടുകൊടുത്താൽ മതി. കാരണം ആടെ പോവാന് വരെ വലിയ വിഷമത്തിലാണ്. ഇപ്പൊ അവിടെ അത്രയും ബുദ്ധിമുട്ടുള്ളത്. വെള്ളം പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ആ ജാഗയിൽ എന്താക്കാൻ കഴിയാന്നിപ്പോ. കുറച്ച് ജാഗയുള്ള ആൾ എത്രയോ കോടിക്കണക്കിന് ജാഗേണ്ട ആളുണ്ട്. നിങ്ങൾ 3 സെന്റ് ഇപ്പോ 3 സെന്റാ 5 സെന്റാ ഇങ്ങനെ ഓരോരാൾക്ക് കൊടുക്കും മക്കളെ. കാരണം ഓരോരോ പഞ്ചായത്തിൽ പിന്നെ നമ്മളെ നാട്ടിലെല്ലാം കുറേ സ്ഥലം ഉണ്ടാവില്ല. അവിടെ 5 സെന്റ് ജാഗ ഒരാൾ കൊടുത്ത്, ഒരാൾ പര കെട്ടി കൊടുത്ത്, ഒരു ജമാഅത്തിന് ഇങ്ങനെ ആയെങ്കിലല്ലേ മക്കളെ. ഒരു മക്ക ബാക്കിയ ആളുണ്ട്, മക്കളില്ലാത്ത ആളുണ്ട്, 2 കാല് വലിച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ലേ, ഒരു കൈ ഉണ്ട ആളുണ്ട്, തല പൊന്നിച്ചിട്ട് കൊണ്ടുവന്നുണ്ട്, ഒരേ മോന് ചെറിയൊരു 7 വയസ്സിന്റെ ഒരു കുഞ്ഞാണ്ടുണ്ട്. ചിന്തിക്കറോ? അപ്പൊ ഞമ്മളെ ഞമ്മ നാളെ മരിക്കൂ, ഞമ്മക്ക് എന്തുമില്ല. ഇപ്പൊ കേൾക്കും പടക്കെല്ലാം തീർന്നു. ഇനി പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു കടലിന്റെ ഒരു തര വന്നാൽ തീർന്നു. പറഞ്ഞു മനസ്സിലായി? ഒരു തര വന്നാൽ നമ്മളെ കാസർഗോഡും പോകും. എല്ലാ നാട്ടിനുള്ള കാക്കട്ടെ. നമ്മളെ നാട്ടിനെ പ്രത്യേകിച്ചിട്ട് അല്ല കാണുന്നുണ്ട്. കാരണം സഹായിക്കുന്നത് കൊണ്ട് അല്ല നമ്മളെ ഈ ഭൂമിനെ വെച്ചേക്കുന്നത്. എല്ലാ നാട്ടിനും അല്ല ഓരോരോ പിടുത്തം പിടിക്കും. അപ്പൊ നമ്മൾ ഖിയാമത്ത് അടയാളം ഇത്. ഓരോരോ നാട്ടിനപ്പം പലസ്തീനെ ഇപ്പൊ അള്ളാഹ് കൈയായിട്ടാ, അടുത്ത ഇസ്രായേലിനെ പിടിക്കാൻ കൈയായിട്ടാ. ജനങ്ങളും ഞമ്മ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യാതൊക്കെ ഞാൻ ഓരെല്ലാം സ്വർഗത്തിലാക്കും. പക്ഷെ ഇപ്പൊ ഈടിയോ അങ്ങനെ ഈ ഭൂമി പൊട്ടി ഇത്രയെല്ലാം ആള് മരിച്ചില്ലേ, ഇത് ഓർ സ്വർഗത്തിൽ പോകും. ഞമ്മക്ക് ബാക്കിയുള്ള കാണികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, തമാശ, കോമഡി എല്ലാം മതിയാക്കി മക്കൾ. അള്ളാഹിനെ ഓർത്ത് അള്ളാഹിനോട് എല്ലാവർക്കും വേണ്ടി അള്ളാഹ് ദുനിയാവും ആഖിറ അള്ളാഹ് രക്ഷപ്പെടുത്തുന്നു. മരിച്ചുപോയ ഖബറാളികൾ ഖബർ വിശാലമാക്കട്ടെ. ആരെല്ലാം പോയിട്ട് സഹായിക്കുന്നുണ്ട്, തടി കൊണ്ടും പൈസ കൊണ്ടും ഡ്രസ്സ് കൊണ്ടും ഭക്ഷണം കൊണ്ടും സഹായിക്കുന്ന അള്ളാഹുബേനിന്റെ ദുനിയാവിലും ആഖിറത്തിലും ഓർക്ക് ഗുണം ചെയ്യണം. അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് നിർത്തി മുഹമ്മദ്.